കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി ഒരു സ്ത്രീയും 2 കുട്ടികളും മരിച്ചു. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വിശദാംശങ്ങളുമായി ഷിനോജ് എസ്.ടി ചേരുന്നുണ്ട്. ഷിനോജ, ഇത് എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? മൂർത്തി, ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലുള്ള വിവരം ലഭിക്കുന്നത്. ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം, പാറോലിക്കൽ പള്ളിക്ക് സമീപത്തായിട്ട് ഇത്തരത്തിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരമെന്ന് പറയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് ട്രെയിൻ തട്ടിയുള്ള മരണമാണ് എന്ന പോലീസ് സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീയും 2 കുട്ടികളുമാണ് നിലവിൽ മരിച്ചിരിക്കുന്നത്. മരിച്ചത് ആരാണെന്ന് സംബന്ധിച്ച് നിലവിൽ പോലീസിന് സ്ഥിരീകരണമില്ല, തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആത്മഹത്യയാണോ അതോ ട്രെയിൻ തട്ടി മരിച്ചതാണോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. ഒരു 5 മണിക്ക് മുൻപായിട്ട് നടന്ന അപകടമായിട്ടാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയും മക്കളുമാണ് എന്നതാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്. എന്തായാലും ഏറ്റുമാനൂർ പോലീസ് നിലവിൽ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാറോലിക്കലിന് സമീപത്തുള്ള സ്ഥലമാണ്. അവിടെ എത്തി ഈ 3 മൃതദേഹങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹങ്ങളൊക്കെ തന്നെ ചിന്നിച്ചിതറിയ നിലയിലാണ് ഉള്ളത്. ആത്മഹത്യയാണെന്ന് സംശയം പോലീസിനുണ്ട്. അതോ അല്ലെങ്കിൽ ട്രെയിൻ തട്ടിയുള്ള മരണം ആണോ എന്നത്, അപകടമാണോ എന്ന സംശയമാണ് നിലവിൽ പോലീസിനുള്ളത്. എന്തായാലും ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചു വരികയാണ്. ശരി.